CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിളയൂർ തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പാലോളിക്കുളമ്പ് പാലത്തിനു സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കുളിക്കുന്നതിനിടെയാണ് ഇയാൾ ഒഴുക്കിൽപ്പെട്ടത്. ചെർപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന് CPM മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചാരണ കാൽനട ജാഥ സമാപിച്ചു. പന്നിയംകുറിശ്ശിയിൽ P മമ്മിക്കുട്ടി MLA സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി BJP കടമ്പഴിപ്പുറം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തി. ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K നിഷാദ് ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുകാവിലും ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആട്ടങ്ങയേറ് ഐതിഹ്യ സ്മരണകൾ ഉണർത്തി. ആട്ടങ്ങകൾ എറിയാൻ ശനിയാഴ്ച ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രനടയിലെത്തിയത്. ചെർപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന് CPM മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചാരണ കാൽനട ജാഥ സമാപിച്ചു. പന്നിയംകുറിശ്ശിയിൽ P മമ്മിക്കുട്ടി MLA സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ കമ്മിറ്റി അംഗം C ജയകൃഷ്ണൻ, ജാഥ ക്യാപ്റ്റനായ വികസന മുന്നേറ്റ ജാഥ പന്നിയംകുറിശ്ശി പടിഞ്ഞാറ്റുമുറിയിൽ വെച്ച് CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തതോടെയാണ് ആരംഭിച്ചത്. നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിലെ 2 ദിവസത്തെ പര്യടനത്തിനു ശേഷം ഞായറാഴ്ച വൈകുന്നേരത്തോടെ ജാഥ പന്നിയംകുറിശ്ശിയിൽ സമാപിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം M സിജു ജാഥ വൈസ് ക്യാപ്റ്റനും നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ജാഥ മാനേജറുമാണ്. പന്നിയംകുറിശ്ശിയിൽ സമാപന പൊതുയോഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളിൽ ലൈഫാണെങ്കിലും വേണ്ടില്ല, കിഫ്ബി ആണെങ്കിലും വേണ്ടില്ല, മറ്റ് സാമൂഹ്യ പെൻഷൻ ആണെങ്കിലും വേണ്ടില്ല, ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പാക്കൂല എന്ന് പറയുന്ന ഒരു കൂട്ടർ അധികാരത്തിൽ വന്നാൽ അതിന്റെ പ്രയോജനം നാട്ടുകാർക്ക് കിട്ടുമോ? അതാ വ്യത്യാസം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായിയുടെ ഗവൺമെന്റ് ഭരണ തുടർച്ച എന്ന നിലക്ക് കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോൾ അതിന്റെ പ്രയോജനം ചെറുപ്പശ്ശേരിക്കാർക്ക് ലഭ്യമാകാൻ ആവശ്യമായ നിലപാടുകളും സമീപനങ്ങളും സ്വീകരിച്ചു പോകുന്ന ഒരു കൂട്ടര് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിൽ ഉണ്ടാകുന്നതല്ലേ ചെറുപ്പശ്ശേരിക്കാർക്ക് നല്ലത്? അത്രയും മനസ്സിലാക്കണ്ടു. ഭരണ തുടർച്ച ഉണ്ടായാലാണ് ഏത് സ്ഥാപനത്തിനും അതിന്റെ പുരോഗതി മുന്നേറ്റുണ്ടാവുക. ഭരണ തുടർച്ചയില്ലെങ്കിൽ രണ്ടാമത് A മുതൽ Z വരെ നമ്മൾ പിന്നെ രണ്ടാമത് ആരംഭിക്കണം. അപ്പൊ ഒരു ഭരണ തുടർച്ച ഈ കേരള സംസ്ഥാനത്ത് ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകുമ്പോ ആ ഭരണ തുടർച്ചയുടെ ഭാഗമായി ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ തുടർച്ച ഉണ്ടാവണം. പദവി നിഷേധിക്കുന്ന, തകർക്കുന്ന, അത് ഇല്ലായ്മ ചെയ്യുന്ന, നടപ്പാക്കാൻ ഞങ്ങൾക്ക് ഒഴിവില്ല എന്ന് പറയുന്ന, ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന കൂട്ടരെ പ്രാദേശികമായി തെരഞ്ഞെടുത്താൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന ലഭ്യമാകേണ്ട പ്രയോജനം സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല, കിട്ടൂല എന്നർത്ഥം. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഏത് പരിപാടി സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഏത് പരിപാടിക്കാ UDF-കാര് അനുകൂലിച്ചിട്ടുള്ളത്? ഓരോ വർത്താനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പദ്ധതിയെ മാത്രമേ ഇവർ എതിർക്കുന്ന. CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ അധ്യക്ഷനായി. CCN ചെർപ്പുളശ്ശേരി. CPM തൃക്കടേരി പഞ്ചായത്ത് വികസന മുന്നേറ്റ കാൽനട പ്രചാരണ ജാഥ സമാപിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം KB സുഭാഷ് സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന തൃക്കരിയിൽ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ CCN ചെർപ്പുളശ്ശേരി. തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആട്ടങ്ങയേറ് ഐതിഹ്യ സ്മരണകൾ ഉണർത്തി. ആട്ടങ്ങകൾ എറിയാൻ ശനിയാഴ്ച ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രനടയിൽ എത്തിയത്. രാവിലെ 9:20 പന്തീരടി പൂജയ്ക്കായി നടയടച്ചപ്പോൾ വടക്കേ നടയിൽ 10 നടയ്ക്ക് താഴെയും മുകളിലുമായി ഭക്തർ 2 ചേരികളിലായി നിന്ന് പരസ്പരം ആട്ടങ്ങൾ എറിഞ്ഞു. നടകളിലും തിരുമുറ്റത്തും ആട്ടങ്ങൾ വീണ് പൊട്ടിച്ചിതറി. 9:30 പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറന്നപ്പോൾ നാലമ്പലത്തിനുള്ളിലേക്ക് ആട്ടങ്ങൾ എറിഞ്ഞ് ചടങ്ങുകൾ സമാപിച്ചു. തുലാമാസം 1-നാണ് ആട്ടങ്ങയേറ് നടത്തിവരുന്നത്. മാന്ധാതാവ് മഹർഷി തപസ് ചെയ്ത് അദ്ദേഹത്തിന് ഭഗവാൻ പരമശിവൻ കൊടുത്തതാണ് ശിവലിംഗം. അത് ഭഗവതി പൂജിക്കുന്ന ശിവലിംഗമായിരുന്നു. ആ ശിവലിംഗം തന്നെ തിരിച്ചു കിട്ടണമെന്ന് ഭഗവതിയുടെ ഉറപ്പ് കാരണം കൊണ്ട് മാന്ധാതാവ് മഹർഷിയുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്. ആ യുദ്ധത്തിന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ മാന്ധാതാവും ശിഷ്യന്മാരും കൂടി തിരിച്ചു വരുന്ന സമയത്ത് മാന്ധാതാവിന് യുദ്ധം ചെയ്യാൻ ആയുധങ്ങളില്ലാത്ത സന്ദർഭം. ആ സമയത്താണ് ഇവിടെ വള്ളികളായിട്ട് നിന്നിരുന്ന ആ ദിക്കിലത്തെ ആട്ടങ്ങകൾ ധാരാളം തൂങ്ങി വന്ന് ഒരു ആട്ടങ്ങ എറിയുമ്പോൾ 1000 അസ്ത്രങ്ങളായിട്ടാണ് ഭഗവതിനെ തോൽപ്പിക്കാൻ കഴിയുന്നത്. അങ്ങനെ തിരിച്ച് ഭഗവാന്റെ അടുത്ത് വന്ന് സങ്കടം പറയുമ്പോൾ ഇനി തോറ്റു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരരുതെന്ന് ഭഗവതിയോട് ആദ്യം പൂർത്തിച്ചിരുന്നു. അതുപ്രകാരം വടക്കോട്ട് തിരിഞ്ഞിട്ട് ഭഗവതി അവിടെ ഇരിപ്പ് എഴുതി. ഇതാണ് ഭദ്രകാളിയുടെ രൂപത്തിൻ്റെ അവിടെ ഭൂതഗണങ്ങളോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഭഗവതിയും ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ രാജർഷി മാന്ധാതാവ് മഹർഷിയുടെ ശിഷ്യരും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ അനുസ്മരണമാണ് ആട്ടങ്ങയേറ്. യുദ്ധം അവസാനിച്ചതിന്റെ സൂചകമായി തുലാമാസത്തിലെ കറുത്തവാവിനും നാമമാത്രമായി ആട്ടങ്ങയേറ് നടത്താറുണ്ട്. ചൊവ്വാഴ്ചയാണ് കറുത്തവാവ്. ഇത്തവണ വയനാട്, ഗൂഡല്ലൂർ, ചേരമ്പാടി എന്നിവിടങ്ങളിൽ നിന്ന് ക്ഷേത്രം ജീവനക്കാരൻ NK രാജേഷിന്റെ നേതൃത്വത്തിൽ യഥേഷ്ടം ആട്ടങ്ങകൾ എത്തിച്ചതിനാൽ ചടങ്ങിനെത്തിയവർക്കെല്ലാം എറിയാൻ ആട്ടങ്ങകൾ കിട്ടിയിരുന്നു. CCN പെരിന്തൽമണ്ണ. 5 വർഷ കാലയളവിലെ ഭരണനേട്ടം പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ മാറാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സമഗ്ര മേഖലയിലും മുന്നിൽ. ഗ്രാമപഞ്ചായത്ത് വികസന സദസ് വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ എഞ്ചിൻ മാത്രമല്ല, സർക്കാരിന്റെ എഞ്ചിനും കൂടി ചേർന്ന് അതൊരു ഡബിൾ എഞ്ചിൻ ആകുന്ന സമയത്ത് അതെങ്ങനെയാണ് മാറഞ്ചേരിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, പൊന്നാനിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, മലപ്പുറം ജില്ലയ്ക്ക് ആകമാനം മാറ്റങ്ങൾ കൊണ്ടുവന്നത്, ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു തുരുത്തിന് എങ്ങനെയാണ് നമ്പർ 1 എന്നുള്ള സ്റ്റാറ്റസിലേക്ക് എത്താൻ, അത് കേരളം എന്നുള്ളത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല, ലോകത്തെ എവിടെയൊക്കെ ആളുകൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരുകളെ തെരഞ്ഞെടുക്കുന്നുവോ അവിടുത്തെ സർക്കാരുകളുമായി അവിടുത്തെ ജീവിത നിലവാരവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പോലും ഏറ്റവും മികച്ചതിലേക്ക് വളരുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും സാധ്യതകളെ അടുത്ത തലമുറയ്ക്കും കൂടി അവർക്കും കൂടി ഉപകാരപ്പെടുന്ന വിധത്തിൽ അവർ സ്വപ്നം കാണുന്ന വിധത്തിലേക്ക് നാടിനെ മാറ്റിയെടുക്കാനുള്ള വലിയൊരു കമ്മിറ്റ്മെന്റിന്റെ പേരുകൂടിയാണ് നവകേരളമെന്നും അത് ഉണ്ടാക്കിയെടുക്കാൻ അതിവിടെ സ്ഥാപിക്കും എന്നുള്ളതിന്റെ ബോധ്യത്തിലേക്ക് അത് 1-2 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതോ 5 വർഷം കൊണ്ട് തീർപ്പാക്കാവുന്നതോ അല്ല. പകരം 2056 കേരളത്തിന് 100 വയസ്സ് തികയുമ്പോൾ 1956 നവംബർ 1 ജനിച്ച കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന് 2056 നവംബർ 1 100 വയസ്സ് തികയുമ്പോൾ ഈ നാട് എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ്.
ലൈഫ് ഭവന പദ്ധതിക്ക് 10.5 കോടി രൂപ ചിലവഴിച്ച് പഞ്ചായത്ത് ജില്ലയിൽ തന്നെ മാതൃകയായി. 356 വീടുകളിൽ 254 എണ്ണം പൂർത്തീകരിച്ചു. മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ 13ഓളം ബോട്ടിൽ ബൂത്തുകളും 24 MCFകളും നിർമ്മിച്ചു. കെ സ്മാർട്ട് വഴി 2464 സേവനങ്ങൾ ലഭ്യമായി. 501 ഫയലുകൾ തീർപ്പാക്കി. പാലിയേറ്റീവ് മേഖലയിൽ 49.92 ലക്ഷം രൂപയാണ് ചിലവഴിച്ചത്. 174.54 കോടി രൂപ മറ്റു പശ്ചാത്തല സൗകര്യ വികസനത്തിനായി ചിലവഴിച്ചു. മികച്ച പ്രവർത്തന മികവ് കൊണ്ട് തുടർച്ചയായി സ്വരാജ് ട്രോഫി, 4 ദേശീയ അവാർഡുകൾ, സംസ്ഥാനതല ജൈവവൈവിധ്യ പുരസ്കാരം, സംസ്ഥാനതല ഹരിത കേരള പുരസ്കാരം, തുടർച്ചയായി മഹാത്മാ പുരസ്കാരം എന്നിവയും പഞ്ചായത്തിന് സ്വന്തമാക്കാനായി. CCN മലപ്പുറം. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി BJP. പൂക്കോട്ടുകാവ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ ഉടൻ നിയമ നടപടി സ്വീകരിക്കുക, ദേവസ്വം ബോർഡിന്റെ മറവിൽ തട്ടിപ്പ് നടത്തുന്ന ക്ഷേത്രമോഷ്ടാക്കളെ പുറത്താക്കുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. കല്ലുവഴി സെന്ററിൽ നിന്ന് ആരംഭിച്ച നാമജപ മാർച്ച് പൂക്കോട്ടുകാവ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി BJP മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാള് ഈ സ്വർണം അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന്റെ പങ്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പിണറായി വിജയന്റെ അടക്കം കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വർത്തമാനമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലങ്ങൾ പോലും കൊള്ളയടിക്കുന്ന ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളെ അടക്കം തച്ചു തകർക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് പിണറായി വിജയന്റെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ വിശ്വാസി സമൂഹം ഒന്നായി ഇവർക്കെതിരെ സ്ത്രീ പ്രവേശനത്തിനെതിരെ ശക്തമായ രീതിയിൽ റോട്ടിൽ പ്രതിഷേധ മാർച്ചുമായി സംഗമവുമായി ഇറങ്ങിയ സമയത്ത് 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ സർക്കാർ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് വിശ്വാസികളുടെ ഒപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പമ്പയിൽ ഒരു അയ്യപ്പ വിശ്വാസി സംഗമം, അയ്യപ്പ സംഗമം നടത്തി. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. BJP പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിൻ, അരുൺ ശ്രാമ്പിക്കൽ എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി BJP കടമ്പഴിപ്പുറം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തി. ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K നിഷാദ് ഉദ്ഘാടനം ചെയ്തു. സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ ഉടൻ നിയമ നടപടി സ്വീകരിക്കുക, ദേവസ്വം ബോർഡിന്റെ മറവിൽ തട്ടിപ്പ് നടത്തുന്ന ക്ഷേത്രമോഷ്ടാക്കളെ പുറത്താക്കുക, ദേവസ്വം മന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കടമ്പഴിപ്പുറം മേലേത്തൃക്കോവിൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കടമ്പഴിപ്പുറം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K നിഷാദ് ഉദ്ഘാടനം ചെയ്തു. ഈ 2019 ശേഷമാണ് അന്ന് സഖാക്കൾ ഈ ശബരിമലയിലേക്ക് പോയപ്പോഴാണ് അവിടെ ഇത് വലിയൊരു സമ്പത്തുള്ള വലിയ കേന്ദ്രമാണെന്ന് ഇവർ മനസ്സിലാക്കുന്നതും അതിനുശേഷം അത് കൊള്ളയടിക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, അയോധ്യയിലെ ശബരിമലയിലെ ദ്വാരപാലകന്റെ ഭാരതത്തിൽ എന്ന് പറയുമ്പോൾ അത് അയ്യപ്പന്റെ സംരക്ഷകരായിട്ടുള്ള ആളുകളാണ്. ആ സംരക്ഷകർക്ക് പോലും ശബരിമലയിൽ സംരക്ഷണമില്ല എന്ന് പറയുമ്പോൾ നാളെ ശബരിമല അയ്യപ്പന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രവി കമ്പപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു. മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം രാജൻ കോട്ടപ്പടി, കടമ്പഴിപ്പുറം ഏരിയ ജനറൽ സെക്രട്ടറി സന്തോഷ് തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. കോട്ടയ്ക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജ് ദേശീയ തലത്തിൽ വീണ്ടും മികച്ച നേട്ടം കൈവരിച്ചു. 108 വർഷത്തെ മഹത്തായ പാരമ്പര്യമുള്ള ഈ സ്ഥാപനം കാലങ്ങളായി ആർജിച്ച മികവാണ് ഈ തുടർച്ചയായ നേട്ടത്തിന് പിന്നിലെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ആയുർവേദ കോളേജുകളുടെ ഗുണനിലവാര പരിശോധനയിൽ തുടർച്ചയായി 2ാം തവണയും കോളേജ് രാജ്യത്ത് 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ നേട്ടം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെയും കേരള ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെയും കീഴിലുള്ള കോളേജുകളിൽ 1ാം സ്ഥാനമാണ്. ആയുഷ് വിഭാഗത്തിന്റെ ഉന്നത സമിതിയായ NCISM, മെഡിക്കൽ അസസ്മെന്റ് റേറ്റിംഗ് ബോർഡ്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നിവയുമായി ചേർന്ന് ജൂൺ മാസത്തിൽ നടത്തിയ 2025-26 വർഷത്തെ ഗുണപരിശോധനയിലാണ് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് A ഗ്രേഡോടെ 3ാം സ്ഥാനത്തെത്തിയത്. 108 വർഷത്തെ മഹത്തായ പാരമ്പര്യമുള്ള ഈ സ്ഥാപനം കാലങ്ങളായി ആർജിച്ച മികവാണ് ഈ തുടർച്ചയായ നേട്ടത്തിന് പിന്നിലെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, അനധ്യാപകർ എന്നിവരുടെ ആത്മാർപ്പണമാണ് ഈ വിജയത്തിന് കാരണമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ KK ബിന്ദു പറഞ്ഞു. ആയുഷ് വിഭാഗത്തിന്റെ ഉന്നത സമിതിയായ NCISM, മെഡിക്കൽ അസസ്മെന്റ് റേറ്റിംഗ് ബോർഡ്, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി ചേർന്ന് ജൂൺ മാസത്തിൽ നടത്തിയ 2025-26 വർഷത്തെ ഗുണപരിശോധനയിലാണ് A ഗ്രേഡോടെ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെയും കേരള ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെയും കീഴിലുള്ള കോളേജുകളിൽ 1ാം സ്ഥാനമാണ് ഇത്. 2024 ദേശീയ ഗുണനിലവാര പരിശോധന ആരംഭിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ജയ്പൂർ, അമൃത ഡീംഡ് സർവകലാശാല എന്നീ സ്ഥാപനങ്ങൾക്കാണ് 1ഉം 2ഉം സ്ഥാനങ്ങൾ. ആയുർവേദ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നത്. 36 കോളേജുകൾക്കാണ് ഇപ്രാവശ്യം A ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ N മനോജ് കുമാർ, ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ PB ബെനിൽ, ഓഫീസ് സൂപ്രണ്ട് P ധന്യ എന്നിവരും പങ്കെടുത്തു. CCN മലപ്പുറം. മങ്കട ഉപജില്ലാ തലത്തിലെ ശാസ്ത്ര, ഗണിത, സാമൂഹ്യ, പ്രവൃത്തി പരിചയ IT മേളകൾക്ക് അങ്ങാടിപ്പുറം പാരഗൺ HSS വേദിയാകും. ഒക്ടോബർ 21, 22, 23 തീയതികളിലായി നടക്കുന്ന മേളയിൽ 101 സ്കൂളുകളിൽ നിന്നുള്ള 4212 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഒക്ടോബർ 21 വൈകുന്നേരം 4 മണിക്ക് മങ്കട MLA മഞ്ഞളാംകുഴി അലി നിർവഹിക്കും. ശാസ്ത്രം, ഗണിതം, സാമൂഹ്യം, പ്രവൃത്തി പരിചയം, IT എന്നീ 5 വിഭാഗങ്ങളിലായി ആകെ 222 മത്സര ഇനങ്ങളാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗണിതമേളയിൽ 39 ഇനങ്ങളും സാമൂഹ്യമേളയിൽ 21 ഇനങ്ങളും IT മേളയിൽ 17 ഇനങ്ങളും ഉണ്ടാകും. ശാസ്ത്രമേള LP, UP, HS, HSS എന്നീ വിഭാഗങ്ങളിലായി നടക്കും. മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. പ്രിൻസിപ്പൽ S അനൂപ്, HMI രാജശ്രീ, പബ്ലിസിറ്റി കൺവീനർ O രാജഗോപാൽ, PG പ്രകാശ്, KT കൃഷ്ണപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. വിളയൂർ തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പാലോളിക്കുളമ്പ് പാലത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കുളിക്കുന്നതിനിടെയാണ് ഇയാൾ ഒഴുക്കിൽപ്പെട്ടത്. സ്വകാര്യ കമ്പനി ജീവനക്കാരനായ മുറാദാബാദ് സ്വദേശി വാജിദ് അലിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിളയൂർ കണ്ടേങ്കാവ് പഴയ തോണിക്കടവ് ഭാഗത്ത് സുഹൃത്തുമൊത്ത് കുളിക്കുന്നതിനിടെയാണ് സംഭവം. സുഹൃത്തും ഒഴുക്കിൽപ്പെട്ടെങ്കിലും രക്ഷപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി കണ്ടെത്താനാവാതെ വന്നതോടെ അഗ്നിരക്ഷാ വിഭാഗത്തിന്റെ സഹായം തേടുകയായിരുന്നു. പെരിന്തൽമണ്ണ, പട്ടാമ്പി, മലപ്പുറം യൂണിറ്റുകളിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും സ്കൂബ സംഘവും മുങ്ങൽ വിദഗ്ധരായ ഫാരിസ്, സുജിത് എന്നിവരും നാട്ടുകാരും ചേർന്ന് രാത്രി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ഞായറാഴ്ച നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. CCN ചെറുപ്പുളശ്ശേരി. വനിതകളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനും സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉയർപ്പ് സംഗമം സംഘടിപ്പിച്ചു. ജൻശിക്ഷൺ സംസ്ഥാൻ SVEP പദ്ധതികളുമായി സഹകരിച്ചാണ് സൗജന്യ തൊഴിൽ സംരംഭകത പരിശീലനം നേടിയവരുടെ സംഗമം നടന്നത്. പെരിന്തൽമണ്ണയിൽ നടന്ന പരിപാടി PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതിയായ JSSന്റെ സാധ്യതകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഫലപ്രദമായി ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വനിതാ ശാക്തീകരണ പദ്ധതി കൂടി ഉൾപ്പെടുത്തി വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും സംരംഭകത്വത്തിനുള്ള സബ്സിഡിയും അനുവദിച്ചത് പ്രശംസനീയമാണെന്നും MP കൂട്ടിച്ചേർത്തു. ഇനിയും കൂടുതൽ പേരിൽ മുസ്തഫ അല്ലാത്ത പ്രസിഡന്റ് വന്നാലും ആര് വന്നാലും നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇതിലൊന്നും വലിയ പ്രവർത്തനം നടത്തി മുസ്തഫയെ തോൽപ്പിക്കണം എന്നുള്ളൊരു വാശി വേണം. അതേപോലെ തന്നെ നമ്മുടെ നജീബിനേക്കാളും വലിയ IAS ഇപ്പം എന്നോട് പറയുന്നു. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഡയറക്റ്റായിട്ട് തഹസിൽദാറല്ലേ ഡെപ്യൂട്ടി കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറി
പഞ്ചായത്ത് സെക്രട്ടറിമാരെ ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടി ഇവിടെ പഠിച്ച പെരുന്തൽമണ്ണയിൽ വന്ന് പഠിച്ച ഈ ഹൈദരലി ശിഹാബ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സിവിൽ സർവീസ് IAS അക്കാഡമി അതിൽ പഠിച്ച കുട്ടികൾ ഇപ്പം ജോലി കിട്ടാൻ തുടങ്ങി. എല്ലാവരും IAS അല്ല. IAS പഠിക്കുന്ന സമയത്ത് ധാരാളം മറ്റു ജോലികളുണ്ടാവും. അതിപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ, ഡയറക്ടർ, വേറെ സെൻട്രൽ ഗവൺമെൻറ് ധാരാളം ജോലികൾ അല്ല, വെറും IAS IFS മാത്രമല്ല ഇതൊക്കെ ഉണ്ടാക്കുന്ന ഈ നമ്മുടെ നജീബിനെ പോലെ അതിനേക്കാളും വലിയ സംഗതികൾ ഇവിടെ കൊണ്ടുവരാൻ നജീബിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഈ ആവേശവും നിങ്ങളുടെയൊക്കെ ഈ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന 5 വർഷം സമ്മാനിച്ച ഈ ഭരണസമിതിയെ ഹൃദയം തൊട്ട് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. കാരണം നമ്മൾ പരമ്പരാഗതമായ വഴിയിലൂടെ ഒരു പഞ്ചായത്ത് സംവിധാനത്തിനകത്ത് ചിട്ടവട്ടങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കും. എന്നാൽ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ പരമ്പരാഗത വഴി വിട്ടുകൊണ്ട് യാത്ര ചെയ്യുകയും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും ജനങ്ങളുടെ മനസ്സിലൊരു ഇടമുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയുടെ കൂട്ടായ്മയുടെ വിജയമാണ് ഈ ടൗൺ ഹാളിൽ ഇന്ന് നമ്മൾ നടത്തുന്ന ഈ പ്രോഗ്രാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനേക്കാൾ നല്ലൊരു ഭരണസമിതിയുടെ ഉയർപ്പായി മാറട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ആമുഖ പ്രഭാഷണം നടത്തി. സാജിദയെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ സ്വന്തമാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും ഞങ്ങളും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു പാലമായി വർദ്ധിക്കുകയും നമ്മൾ തമ്മിലൊരു വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ഈ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നേടിത്തരാനും നമുക്ക് സൗകര്യം ചെയ്യാനും ഒക്കെ നമ്മുടെ കൂടെ രാപ്പകലില്ലാതെ ഓടി നടന്നിരുന്ന സാജിദയെ ഇവിടെ ആദരിക്കുന്നുണ്ട്. അവരെയും വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമുക്കിന്ന് അവിചാരിതമായിട്ട് മറ്റൊരു മോട്ടിവേറ്ററെ കിട്ടിയിട്ടുണ്ട്. രാമൻ കരിമ്പുഴ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം മുമ്പ് കുറെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം വയനാട്ടിലേക്ക് പോകുന്ന വഴി പെരിന്തൽമണ്ണ ടൗണിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണണം. JSS സൗജന്യ തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് UA ലത്തീഫ് MLA സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. SVEP EDP പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുളത്തും കുടുംബശ്രീ മിഷൻ ADMCR രകീഷും ചേർന്ന് നിർവഹിച്ചു. MPPSന് അഡ്മിഷൻ ലഭിച്ച നെന്മിനി പ്രീ മെട്രിക് ഹോസ്റ്റൽ വിദ്യാർത്ഥി M ആനന്ദ്രാജിനെയും ജൻശിക്ഷൺ സംസ്ഥാൻ പ്രോഗ്രാം കോർഡിനേറ്റർ സാജിദ PTയെയും ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT അഫ്സൽ, ജമീല ചാലിയത്തൊടി, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK അയമു, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അസീസ് പട്ടിക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിളയൂർ തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ അതിഥി തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പാലോളിക്കുളമ്പ് പാലത്തിനു സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കുളിക്കുന്നതിനിടെയാണ് ഇയാൾ ഒഴുക്കിൽപ്പെട്ടത്. ചെർപ്പുളശ്ശേരി നഗരസഭ ഭരണസമിതിയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന് CPM മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചാരണ കാൽനട ജാഥ സമാപിച്ചു. പന്നിയംകുറിശ്ശിയിൽ P മമ്മിക്കുട്ടി MLA സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി BJP കടമ്പഴിപ്പുറം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തി. ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് K നിഷാദ് ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുകാവിലും ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാമജപ പ്രതിഷേധ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. തിരുമാധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ആട്ടങ്ങയേറ് ഐതിഹ്യ സ്മരണകൾ ഉണർത്തി. ആട്ടങ്ങകൾ എറിയാൻ ശനിയാഴ്ച ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രനടയിലെത്തിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.